ഹലോ മാവറിക്സ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് മെൻസ് ഫാഷനിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് തീർച്ചയായും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. സമ്മറിൽ വിൻ്ററിലേതുപോലെ ജാക്കറ്റ് ധരിച്ചെന്ന് കരുതി നിങ്ങൾ കൂടുതൽ ആകർഷണീയമാവണമെന്നില്ല. എന്നാൽ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ടീഷർട്ടിനൊപ്പം ഒരു ഷർട്ട് ധരിക്കുക എന്നത്. അതിലൂടെ നിങ്ങൾ കാണാൻ കുറച്ചുകൂടി സ്മാർട്ട് ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അധികം ചൂടും അനുഭവപ്പെടില്ല. ഇന്ന് നമുക്ക് വേനൽക്കാലത്ത് എങ്ങനെ ഷർട്ട്സ് ഉപയോഗിച്ച് ലെയറിങ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഷർട്ടുകൾ പല രീതിയിലും ലെയറിങ് ചെയ്യാവുന്ന വഴികൾ ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും ആദ്യത്തെ ചോദ്യം, എന്താണ് ലെയറിങ്? ലെയറിങ് എന്ന് വെച്ചാൽ ഒരു ഉടുപ്പിന് മുകളിൽ മറ്റൊരു ഉടുപ്പ് ധരിക്കുക എന്നതാണ്. അതായത് ടീഷർട്ടിന് മുകളിൽ ഒരു സ്വെറ്റർ ധരിക്കുന്നതും പിന്നെ സമ്മറിൽ ഷർട്ടിന് മുകളിൽ ജാക്കറ്റ് ധരിക്കുന്നതുമൊക്കെ ലെയറിങ് എന്ന് പറയാം. എന്നാൽ അവസാനം പറഞ്ഞ സാധനം കുറച്ച് ഓവറാണ്, അതുകൊണ്ട് അത് ചെയ്യരുത്. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ലെയറിങ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ലെയറിങ് എന്ന് പറയുന്നത് വളരെയധികം വേഴ്സറ്റൈലായ സ്റ്റൈൽസിൽ ഒന്നാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. കോളേജിലായാലും പാർട്ടികളിലായാലും ഡേറ്റ്സിലും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. എന്നാൽ വളരെയധികം ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ ഇത് അനുയോജ്യമല്ല. ലെയറിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും മികച്ച ഗുണം എന്തെന്നാൽ, നിങ്ങൾ തീരെ മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ധരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വണ്ണമുള്ളതുപോലെ തോന്നിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഇതൊരു ബൾക്ക് ആഡ് ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഈ രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ ഒരാളായി തോന്നിക്കും. കാരണം നിങ്ങൾ പുറത്തുകൂടി ഒരു ഷർട്ട് ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് ചാടിയിരിക്കുന്നതൊന്നും കാണാൻ സാധിക്കില്ല. ലെയറിങ്ങിൽ നിങ്ങൾ ഷർട്ട് ധരിക്കുമ്പോൾ ജാക്കറ്റ് ധരിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളുടെ കോളർ വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി വോളിയം കാണാൻ സാധിക്കുകയും നിങ്ങൾ കുറച്ചുകൂടി മാൻലി ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്തെന്നാൽ, ഇത് നിങ്ങളുടെ പണവും ലാഭിക്കുന്നു. അതായത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കുന്ന ഷർട്ട് ലെയറിങ് ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം വ്യത്യസ്തമായൊരു ഫാഷൻ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയൊരു ഷർട്ട് വാങ്ങിക്കേണ്ട ആവശ്യം പോലുമില്ല. അച്ഛൻ്റെയോ സഹോദരൻ്റെയോ ഏതെങ്കിലും ഒരു ഷർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് കോമ്പിനേഷൻ ലെയറിങ്ങിൽ കൂടി നിർമ്മിക്കുവാൻ സാധിക്കും. ഇനി ലെയറിങ്ങിൻ്റെ മറ്റൊരു ഗുണമാണ്, നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ അകത്തിരിക്കുമ്പോൾ AC വളരെയധികം കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് പൂട്ടി തണുപ്പിൽ നിന്നും കുറച്ച് ആശ്വാസം കണ്ടെത്താനാകും. ലെയറിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ടിൻ്റെ ഫാബ്രിക് വളരെയധികം ബ്രീത്തബിൾ ആയിരിക്കണം. അതായത് വളരെയധികം തിന്നായിരിക്കണം. അതിലൂടെ വായു സഞ്ചാരം സാധ്യമാവുകയും വേണം. ഉദാഹരണത്തിന് ലിനൻ, റയോൺ, സിൽക്ക് തുടങ്ങിയവ. കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്ററിനേക്കാളും മികച്ചതാണ് ഈ പറഞ്ഞവ. ഇതിലൂടെ നിങ്ങൾക്ക് ചൂടധികം അനുഭവപ്പെടില്ല. ഇനി ചൂട് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് അകത്തുപയോഗിക്കുന്ന ടീഷർട്ടും തിന്നാക്കുക എന്നത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജോക്കി പോലത്തെ ബ്രാൻഡ്സാണ്. കാരണം അത് ബനിയനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി വളരെ കനം കുറഞ്ഞതാണ്. ഇവിടെ നിന്നും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കോളർ നല്ലതായിരിക്കണം എന്നുള്ളതാണ്. കുറച്ച് കൂടുതൽ ടൈറ്റ് ആയത് വാങ്ങുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും അതിൻ്റെ സൈഡ്സ് പുറമേ കാണുന്ന ഒന്നല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളർ ശരിയായിരിക്കണം. സോളിഡ് കോളറാണ് വേണ്ടത്, അയഞ്ഞ രീതിയിലുള്ളത് വേണ്ട. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ അകത്ത് ധരിക്കാൻ പോകുന്ന ടീഷർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഗോയോ ഗ്രാഫിക്സോ ഉണ്ടാകാൻ പാടില്ല. അത് മൊത്തത്തിൽ പ്ലെയിൻ ആയിരിക്കണം. പുറത്ത് ഷർട്ട് ധരിക്കുമ്പോൾ അകത്തെ ടീഷർട്ടിൽ ഗ്രാഫിക്സ് ഉള്ളത് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ നല്ലതായി തോന്നാറുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഗ്രാഫിക്സോ പ്രിൻസോ ഉള്ള ടീഷർട്ട്സ് നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി പുറമേ ധരിക്കുന്ന ഷർട്ട് ലോങ് സ്ലീവ്സ് വേണോ ഷോർട്ട് സ്ലീവ്സ് വേണോ എന്നതിനെപ്പറ്റി നോക്കാം. നിങ്ങൾ ഇത്തിരി തടിയുള്ള ആളാണെങ്കിൽ, നിങ്ങളുടെ കൈകൾ കുറച്ചുകൂടി വണ്ണമുള്ളതാണെങ്കിൽ ഷോർട്ട് സ്ലീവ് ധരിക്കുന്നതാണ് നല്ലത്. അതിലൂടെ നിങ്ങളുടെ കൈകൾ കുറച്ച് മസ്കുലറായി തോന്നും. ഇനി നിങ്ങൾ പുറത്ത് ഉപയോഗിക്കുന്ന ഷർട്ട് ഷോർട്ട് സ്ലീവ് ഉള്ളതാണെങ്കിൽ അകത്ത് ഉപയോഗിക്കുന്ന ടീഷർട്ട് കട്ട് സ്ലീവ് ഉള്ളതായിരിക്കണം. നിങ്ങൾ സ്കിന്നി ആണെങ്കിൽ ലോങ് സ്ലീവ് തന്നെയാണ് നല്ലത്. എന്നിട്ട് അതിൻ്റെ സ്ലീവ്സ് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ ഫോർ ആംസ് പുറത്ത് കാണിക്കുന്ന തരത്തിൽ വെക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായും ചേരും. ഇനി നിങ്ങൾ ഏത് സൈസാണ് വാങ്ങേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് നോർമൽ ഫിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷർട്ട് തുറന്നിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നോർമൽ സൈസിൽ നിന്നും ഒരു സൈസ് ചെറുത് ഉപയോഗിച്ച് നോക്കുക. ഞാൻ സാധാരണയായി ലാർജ് ഷർട്ട്സാണ് വാങ്ങുന്നത്. എന്നാൽ ലെയറിങ് ചെയ്യുന്നതിനായി മീഡിയം സൈസാണ് വാങ്ങാറ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കുറച്ചുകൂടി മസ്കുലറായി കാണപ്പെടും. ഇനി നിങ്ങൾക്ക് സ്ട്രീറ്റ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ കുറച്ച് ലൂസായ ബോക്സി ഫിറ്റ് എന്ന് പറയുന്ന ഷർട്ട് സൈസ് വാങ്ങിക്കാവുന്നതാണ്. അത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിരിക്കും.
ഇനി നിങ്ങളുടെ ഷർട്ടിന് നീളം എത്ര വേണമെന്നതിനെ പറ്റി പറയാം. നിങ്ങളുടെ ഷർട്ടും ടീഷർട്ടിൻ്റെ അത്ര തന്നെ നീളമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കണം. അതായത് നിങ്ങളുടെ വേസ്റ്റിൽ നിന്നും 1 ഇഞ്ച് വരെ താഴെ വരാം. ഇനി നിങ്ങൾ സ്ട്രീറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നീളമുള്ള ഷർട്ട് വാങ്ങാവുന്നതാണ്. കുറച്ചുകൂടി ചെറിയ ബോക്സി ഫിറ്റിന് കണക്കാക്കിയുള്ളതും വാങ്ങാം. ഏതൊരു ഷർട്ടിൻ്റെയും ലെയർ ചെയ്യുന്നതിനായി നിങ്ങൾക്കൊരു വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ടീഷർട്ടും ബീജും ഗ്രേയും അല്ലെങ്കിൽ നേവി നിറത്തിലുള്ള ചീനോസ്, അതോടൊപ്പം വൈറ്റ് സ്നീക്കേഴ്സും, ഇത്രയുമാണ് ആവശ്യമുള്ളത്. അതായത് നിങ്ങൾ വൈറ്റ് ടീഷർട്ടും ബീച്ച് ചീനോസും വൈറ്റ് സ്നീക്കേഴ്സും ധരിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളം. അതുമാത്രമല്ല, എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകേണ്ട വളരെയധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഏതൊക്കെ തരത്തിലുള്ള ഷർട്ടുകളെ എങ്ങനെയൊക്കെ ലെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇനി സ്റ്റൈലിംഗ് പാർട്ടിലേക്ക് കിടക്കും. അതിലെ ഏറ്റവും ആദ്യത്തേതാണ് പ്ലെയിൻ ഷർട്ട്സ് അല്ലെങ്കിൽ സോളിഡ് ഷർട്ട്സ്. ഇത് യാതൊരു തരത്തിലുള്ള ഡിസൈൻസും ഇല്ലാത്ത നമ്മുടെ അച്ഛന്മാർ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടുന്ന തരത്തിലുള്ള ഷർട്ടുകളാണ്. ഏത് നിറത്തിലുള്ള പ്ലെയിൻ ഷർട്ട് ആണെങ്കിലും അകത്ത് പ്ലെയിൻ വൈറ്റ് നിറത്തിലുള്ള ടീഷർട്ട് തന്നെ ധരിക്കുക. ഇനി നിങ്ങളുടെ ഷർട്ടിൻ്റെ നിറം പച്ചയോ ചുവപ്പിൻ്റെയോ നീലയുടെയോ ഒക്കെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആണെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ ഗ്രേ ചീനോസ് ധരിക്കുക. ഇതോടൊപ്പം വൈറ്റ് ലെതർ സ്നീക്കേഴ്സും ധരിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഷർട്ടിൻ്റെ നിറം മഞ്ഞ അല്ലെങ്കിൽ ഗ്രേയുടെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആണെങ്കിൽ അതിനോടൊപ്പം നേവി ചീനോസ് ധരിക്കുക. ഇവിടെയും നിങ്ങൾക്ക് വൈറ്റ് ലെതർ സ്നീക്കേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ലുക്കിനെ മിനിമലും സിമ്പിളുമാക്കും. ഇതുവരെ പറഞ്ഞത് മുഴുവനും പ്ലെയിൻ ആയതുകൊണ്ട് നിങ്ങൾ ഇതോടൊപ്പം ധാരാളം ആക്സസറീസും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിനിമൽ വാച്ച് ധരിക്കുക, ഒരു റിങ്ങും ബ്രേസ്ലെറ്റും, അതോടൊപ്പം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെൻഡൻറ്റ് കൂടെ ധരിക്കുക. നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യുന്നതിനായി ഏതെങ്കിലും ഒരു നല്ല പ്ലെയിൻ ഷർട്ട് വാങ്ങണമെങ്കിൽ ലിനൻ ഫാബ്രിക്കിൽ നിർമ്മിച്ചിട്ടുള്ളത് വാങ്ങുക. അതോടൊപ്പം തന്നെ അതിൽ ചൈനീസ് കോളേഴ്സും ഉണ്ടാകണം. അതിൻ്റെ നിറം ലൈറ്റ് പേസ്റ്റൽ ടൈപ്പും ആകണം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഷർട്ടുകളാണ് കൂടുതൽ ഇഷ്ടം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തതാണ് പ്ലെയ്ഡ് ചെക്സ് അല്ലെങ്കിൽ ജിങ്കാം ഷർട്ട്സ്. പ്ലെയ്ഡ് എന്ന് വെച്ചാൽ വലിയ ചെക്സ് ഉള്ള ഷർട്ടുകളും ജിങ്കാം എന്ന് വെച്ചാൽ ചെറിയ ചെക്സ് ഉള്ള ഷർട്ടുകളുമാണ്. അകത്ത് പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ധരിക്കുന്നതാണ് ഏറ്റവും മികച്ചത്. നിങ്ങളുടെ ഷർട്ടിൻ്റെ ചെക്സിന് മാച്ച് ആകുന്ന തരത്തിലുള്ള ടീഷർട്ടുകളും ധരിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കുള്ള ചെക്സിൻ്റെ നിറം നീലയുടെയോ പച്ചയുടെയോ ചുമപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ആണെങ്കിൽ അതോടൊപ്പം ബീച്ച് അല്ലെങ്കിൽ ഗ്രേ ചീനോസ് ധരിക്കുന്നതാണ് നല്ലത്. ഇനി ചെക്സിൻ്റെ നിറം ഗ്രേ അല്ലെങ്കിൽ യെല്ലോയുടെ ഏതെങ്കിലും ഷെയ്ഡ് ആണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് നേവി ചീനോസ് ധരിക്കാവുന്നതാണ്. നിങ്ങൾ അകത്ത് ധരിച്ചിരിക്കുന്ന ടീഷർട്ടിൻ്റെ നിറത്തിലുള്ള സ്നീക്കേഴ്സും ധരിക്കുക. ഇവിടെ ആക്സസറീസ് പറ്റാവുന്നത്രയും മിനിമലാക്കി വെക്കുക. ഇനി അടുത്തതായി നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഷർട്ടാണ് പാറ്റേൺഡ് ഷർട്ട്. പാറ്റേൺഡ് ഷർട്ട്സിൽ വിയർപ്പ് മൂലമുണ്ടാകുന്ന സ്റ്റെയിൻസ് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. ഷർട്ടിൻ്റെ നിറം ഡാർക്കും അതിൽ ഹെവി പാറ്റേൺസും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷർട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള ടീഷർട്ട് വേണം അകത്ത് ധരിക്കാൻ. അതോടൊപ്പം ബീച്ച് അല്ലെങ്കിൽ ഗ്രേ ചീനോസ് ധരിക്കുക. പിന്നെ നിങ്ങളുടെ ടീഷർട്ടിൻ്റെ നിറവുമായി യോജിക്കുന്ന തരത്തിലുള്ള ഒരു സ്നീക്കേഴ്സും ധരിക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന ആക്സസറീസും ടീഷർട്ടിൻ്റെ നിറവുമായി യോജിക്കുന്നതായിരിക്കണം. ഇനി നിങ്ങളുടെ ഷർട്ടുകൾ ലൈറ്റ് നിറത്തിലുള്ളതാണെങ്കിൽ അകത്ത് വൈറ്റ് ടീഷർട്ട് ഉപയോഗിക്കുക. അതോടൊപ്പം ലൈറ്റ് ബ്ലൂ ഡെനിംസും വൈറ്റ് ക്യാൻവാസ് സ്നീക്കേഴ്സും ഉപയോഗിക്കുക. നിങ്ങളുടെ ഷർട്ടിൽ ഹെവി ഡിസൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആക്സസറീസ് മിനിമലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അവയ്ക്കൊപ്പം നിങ്ങൾക്ക് വിൻറ്റേജ് വാച്ച്, 1-2 റിങ്സ്, പിന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റും നെക്ക് ചെയിനും ധരിക്കാവുന്നതാണ്. അടുത്തതാണ് ഡെനിം ഷർട്ട്. ഡെനിം ജാക്കറ്റ് ഉപയോഗിക്കുന്നത് പോലെ കാഷ്വലായും സ്ട്രീറ്റ് സ്റ്റൈലിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഡെനിം ഷർട്ട്സ്. കാഷ്വലായിട്ട് ഉപയോഗിക്കാനായി അകത്ത് വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷീനോ പാൻസും വൈറ്റ് സ്നീക്കേഴ്സും ധരിക്കുക. ബ്ലാക്കും സിൽവറും നിറത്തിലുള്ള ആക്സസറീസ് മാത്രം ഉപയോഗിക്കുക. ഇനി സ്ട്രീറ്റ് സ്റ്റൈലിൽ ധരിക്കണമെങ്കിൽ അകത്ത് കറുത്ത നിറത്തിലുള്ള ടീഷർട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം കറുത്ത നിറത്തിലുള്ള ഡിസ്ട്രസ്ഡ് ജീൻസും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഷൂസും ധരിക്കുക. സിൽവർ ആക്സസറീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.